നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ നമുക്ക് എങ്ങനെ ഒരു ബില്ല് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബൈ മിസ്റ്റേക്ക് പ്രകാരം ഒരു ബില്ല് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് അതേപോലെ തന്നെ നമുക്ക് അവിടെ എങ്ങനെ എൻറ്റർ ചെയ്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സെയിൽസ് ആദ്യം ഒന്ന് എടുത്തിട്ട് നമ്മൾ അതിൽ ആദ്യം ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ സെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ വരിക, അക്കൗണ്ട് ബുക്സിൽ വരിക, സെയിൽസ് രജിസ്റ്ററിൽ വരിക. ഞാനിവിടെ ഏപ്രിൽ മാസത്തെ ഒരു ബില്ലാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഞാനിവിടെ രണ്ടാമത്തെ ബില്ലാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ബില്ല് നമ്മൾ ക്യാൻസൽ BV ട്രേഡേഴ്സിൻ്റെ ബില്ലാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. 10 kg വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ബില്ലാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബില്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ബില്ലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ Alt X ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ Alt X അടിച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചോദിക്കും. അപ്പോൾ നമ്മൾ യെസ് എൻ്റർ ചെയ്യാം. അപ്പോൾ ആ ബില്ല് അവിടെ ക്യാൻസലായിപ്പോയി. ഇനി ഈ ഒരു ബില്ല് നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും എൻട്രി ചെയ്ത് ഇവിടെ റെഡിയാക്കണം. BV ട്രേഡേഴ്സിൻ്റെ ബില്ല് എൻട്രി ചെയ്തേക്കണം. അപ്പോൾ നമ്മളിനി ഇവിടെ വീണ്ടും ഒരു ബില്ല് എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇവിടെ വീണ്ടും മൂന്നാമത്തെ ബില്ല് വരിക. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ഇൻവോയ്സിൽ തന്നെ വരണം. കാരണം നമ്മൾ രണ്ടാമത്തെ ബില്ലാണ് ബൈ മിസ്റ്റേക്ക് പ്രകാരം അതായത് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആ രണ്ടാമത്തെ നമ്പറിൽ തന്നെ വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് Alt D അടിക്കുക. Alt D അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ യെസ് ആ ബില്ല് എന്ത് ചെയ്യുക, നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് നമ്മളെ മൂന്നാമത്തെ ഇൻവോയ്സ് 2ലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ ഈ ഡേറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ Alt A എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ BV ട്രേഡേഴ്സിൻ്റെ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. ആ ബില്ല് അതായത് ആ പാർട്ടിയെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഐറ്റം കാണിക്കുക. അവിടെ നമ്മൾ എത്ര 10 ക്വാണ്ടിറ്റിയാണ്, 118 റേറ്റിൽ നമ്മൾ കാണിച്ചു. 10 kg കാണിച്ചിട്ടുള്ള അത് നമ്മളതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 ഇൻവോയ്സിൽ അവിടെ BV ട്രേഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ Alt അയച്ചിട്ട് ആ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക. അവിടെ തന്നെ അതായത് ആ ഡേറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻവോയ്സ് തന്നെ കിട്ടണം. അപ്പോൾ നിങ്ങളത് ക്യാൻസൽ ചെയ്യണതിന് മുന്നേ നിങ്ങൾക്ക് ഒരു പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻട്രി റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതായത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കിവിടെ ഓൾറെഡി ഇവിടെ അറിയാം, അതായത് നമ്മൾ ഒരു ബില്ല് എന്തായാലും നമ്മൾ ക്യാൻസൽ ചെയ്യണതിന് മുമ്പ് ബില്ല് നമ്മൾ എടുത്തു വെക്കണം. അപ്പോൾ അത് ക്യാൻസൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ ബൈ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ യഥാസ്ഥാനത്ത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കണു. എന്തായാലും നന്ദി, നമസ്കാരം.